ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ 40 ആണ് കേട്ടോ. നമ്മുടെ 14ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. വെറും 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോലെ. നമ്മുടെ ഒരു കുട്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ തമ്മിൽ കണ്ടതുപോലെ കട്ടൻ ചായയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ടും വളർത്താനും റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുതിയ മുടിയിഴകളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പോളം വെള്ളം ഞാനൊരു കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഒരു 2 സ്പൂണോളം, ചെറിയ സ്പൂണിന് 2 സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു തേയിലപ്പൊടിയുടെ സത്തെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കോഫി പൗഡറാണ് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് തേയിലപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ കോഫി പൗഡറും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ മുടി വളർത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനും മുടി ആരോഗ്യത്തോടെ വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ 2 സാധനങ്ങളും കൂടി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് തീ കുറച്ചിട്ട് 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഇതെല്ലാം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് കാണാം ഇത് എങ്ങനെയാണുള്ളതെന്ന്. ഇനി തണുത്തതിന് ശേഷം അതൊന്ന് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇന്നൊരു പാക്കായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയാണ്. നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചെമ്പരത്തി ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വലുതായിട്ടുള്ള ഇലയെല്ലാം എടുത്തിട്ടുള്ളത് ഒരു ഇടത്തര ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇല എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇലയുടെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ വലയൊക്കെ കെട്ടിയിട്ട് ഒരു വെള്ളപ്പൊടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഇലയൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. നല്ലതുപോലെ നമ്മൾ പൊടിയും അഴുക്കൊക്കെ കാണും നമ്മുടെ ഈ ഒരു ഇലക്കകത്ത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ഈ സമയം എടുക്കാതിരിക്കുന്നത്, ഈ ഒരു ചൂട് സമയത്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു ചെറിയൊരു പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു കറിവേപ്പിൻ്റെ അതിൽ നിന്ന് ഒരു 4-5 ലീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഇലയുടെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു കറിവേപ്പിലയുടെ അളവും കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 തണ്ടാണ് എടുത്തിട്ടുള്ളത്. അതും കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സ്ഡ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായയിൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ ഈ ഒരു ചായ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കരുത്. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അരച്ചെടുക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഇലയൊക്കെ അരഞ്ഞിട്ട് ജസ്റ്റ് ഒരു തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഞാനതൊന്ന് ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം അരിച്ചെടുത്തിട്ട് മാത്രം സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ തന്നെ അരച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അത് വാഷ് ചെയ്ത് കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു പച്ച കളറും ഇലയുടെ ആ ഒരു നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത് പിന്നെ നമുക്ക് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഒന്ന് വൃത്തിയായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാനും എളുപ്പമായിരിക്കും കേട്ടോ.
അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് എടുത്താൽ തന്നെ നമ്മൾ സ്കാൽപ്പിടുന്ന സമയത്ത് ഒരല്പം പൊടിയൊക്കെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാവും. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊന്ന് അരിച്ചെടുത്തിട്ട് അതും തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്കിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഹെയറിൽ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചലഞ്ചൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ള ആ ഒരു ഹെയർ പാക്കിൻ്റെ സമയത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിൽ അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. അത്യാവശ്യം എൻ്റെ ഹെയറിൽ ഓയിലുണ്ട്. എന്നാലും ഞാൻ ഒരല്പം ഒരു ചൂടൊക്കെ ഉള്ളത് കാരണം വൈകിട്ട് ഒന്ന് പുറത്തൊക്കെ പോകാനുള്ളത് കാരണം ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയാലോ എന്ന് ഓർത്തിട്ട് ഒരല്പം ഓയിൽ ഞാൻ നമ്മുടെ ഈ ഒരു പാക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയറിൽ ഈ പാക്ക് ഇടുന്ന സമയത്ത് ഹെയർ നന്നായിട്ട് ഡ്രൈ ആണ്, സ്കാൽപ്പൊക്കെ ഡ്രൈ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ആ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ മുടി സോഫ്റ്റ് ആക്കാനും നീളത്തിൽ വളരാനും അതുപോലെ തന്നെ മുടിക്ക് ഉള്ളു വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം, ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഹെയറിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹെയർ നന്നായിട്ട് ചെയ്യുകയും മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക. എങ്കിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഹെയർ ഒട്ടും തന്നെ കട്ട പിടിക്കാതെയും കെട്ട് വീഴാതെയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കിലോട്ട് ഒരല്പം ഒരു അര സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കാച്ചിയ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്കിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ ഡയറക്റ്റായിട്ട് തേച്ചതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇടുവാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ലൊരു ഉണർവ് കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തലയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഹെയറിലും ഇട്ടു, കുറേയൊക്കെ എൻ്റെ നൈറ്റിയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനും ഇട്ടു, എൻ്റെ ഹെയർ പാക്ക് നൈറ്റി ഇട്ടു, അതുപോലെ ഞാൻ എടുത്ത് ഒഴിച്ചതും എല്ലാം കൂടിയിട്ട് എൻ്റെ ദേഹത്തോട്ട് വീണു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, മാക്സിമം ഞാൻ തുണിയിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് എൻ്റെ തീർന്നു പോയ കാരണം ഞാനും ഒഴിച്ചിട്ടുള്ള ആ പാക്കൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുടിയൊന്ന് മുകളിലോട്ട് കെട്ടി വെച്ചിട്ട് മാക്സിമം ഒരു 15-20 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യുക. ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഇനി പാക്ക് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ വോയിസ് കൊടുത്തതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവമില്ലേ, ആ ഒരു കട്ടൻ ചായ ഉപയോഗിച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ, ഞാൻ തേച്ചതിൻ്റെ പകുതി എൻ്റെ നൈറ്റിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല വെയിലുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തൊന്നും ഇരിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല വെയിലായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഞങ്ങളുടെ ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഒരു ചെടിയൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ കുറച്ച് എനിക്ക് ചൂട് കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. എപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയാൽ ഫ്രണ്ട്സിനും കസിൻസിനും ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയേക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.